ഹലോ, വെള്ളിയാഴ്ച ടാറ്റ ബേബി പറഞ്ഞ് പോയതാണ്. ഇപ്പം എന്താ 3 ദിവസമായി പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടിട്ട് മനഃപൂർവ്വമല്ല, വയ്യാതിരിക്കുമായിരുന്നു. നല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒരു മടി വന്നിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്നറിയില്ല, എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തേലും ഒരു ബുദ്ധിമുട്ട് ശരീരത്തിനുണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്ക് നന്നായിട്ട് മനസ്സിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ എല്ലാത്തിനും എനിക്കൊരു തരം മടിയാണ്. മടി എന്ന് പറഞ്ഞാൽ ഒരു വിഷമമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരിക്കും, എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള കുറേ ചിന്തയാണ്. അതിൽ നിന്ന് ഞാൻ മാറി വരാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസം എൻ്റെ പൊന്നെ ആവശ്യമില്ലാത്ത ദേഷ്യം, വാശി, എല്ലാത്തിനും കരച്ചിലും ബഹളം, ഒരു വല്ലാത്ത 2-3 ദിവസങ്ങളായിരുന്നു. എന്നാൽ പറയാൻ വേണ്ടി എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പം ഒരു വല്ലാത്ത വിഷമാവസ്ഥയിലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ എൻ്റെ കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ റംസാനെ സ്കൂളിൽ വിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മെനിഞ്ഞാന്നത്തെ 4-ാമത്തെ വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇന്നും അങ്ങനെ, അതായത് തിങ്കളാഴ്ചയും അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ റംസാനെ ഞാൻ വിട്ടില്ല. എനിക്ക് കുറച്ച് ക്ഷീണം പോലെയൊക്കെ തോന്നിയിട്ട് ഞാൻ വിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, എടുത്തുമില്ല. അപ്പം ഇന്ന് മുതൽ വീണ്ടും രാവിലെ അടുക്കള കയറിയിട്ടുണ്ട്. റംസാൻ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. റംസാനെ സ്കൂളിൽ വിടണം. അപ്പോൾ പതിവ് പോലെ തന്നെ അപ്പം നമുക്ക് തുടങ്ങിയാലോ. രാവിലെ എണീറ്റപ്പോൾ അത്യാവശ്യം നേരമൊന്നും വെളുത്തിട്ടില്ല, നല്ല ഇരുട്ടായിട്ട് കിടപ്പുണ്ട്. ഭയങ്കരമായിട്ട് തണുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ തണുപ്പൊക്കെയുണ്ട്. പിന്നെ പുറത്ത് കുറച്ച് നേരമൊക്കെ നിന്നത് പ്രകൃതി രമണീയൊന്നും ആസ്വദിക്കാൻ പോയതല്ല. എൻ്റെ ഉമ്മ പറഞ്ഞു, ഞാൻ ചായ ഇടുവാണ്, നീ കുറച്ച് നേരം പുറത്ത് പോയി നിന്നിട്ട് വാ, അത് കഴിഞ്ഞ് ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്ന് കറങ്ങിയിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നിട്ട്, അപ്പം ഇന്ന് കുറച്ച് കാര്യമായിട്ടുള്ള പണികളാണ്. അതെൻ്റെ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണം കണ്ടിട്ടുള്ളപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ കരുതി കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് അരി ഇരിപ്പുണ്ട്. അപ്പം അവൻ കുറേ ദിവസം കൊണ്ടേ പറയുന്നു ബിരിയാണി വേണം സ്കൂളിൽ കൊണ്ടുവന്ന്. ഞാൻ കരുതി എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പം തലേ ദിവസമേ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു, എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുപ്പിയിൽ കണ്ട സോസ് അത് ഞാൻ വേറൊരിടത്തുനിന്ന് മേടിച്ചതാണ്. റംസാൻ ഞാൻ എടുത്ത് വെച്ചിരുന്ന സോസിന് അവനെ എടുത്തൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അവൻ സ്വന്തമായിട്ട് നക്കി അതങ്ങ് തീർന്നതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ പാതിരാത്രി എവിടെ പോകാൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ സാധനം ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇക്കായെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് വാങ്ങിക്കൊണ്ട് താ. അപ്പോൾ ഇക്ക പറഞ്ഞു, ഇനി ഈ ഒരു സാധനം മേടിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരണോ, നിനക്ക് നേരത്തെ പറഞ്ഞുകൂടെ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ അവസാനം താഴെ ഒരു വീഡിയോ ചോദിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നു. അതും കുപ്പിയിൽ ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പം തലേ ദിവസം തന്നെ ക്യാപ്സിക്കം, സവാള, ചോറിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു അബദ്ധം കാണിച്ചു. അബദ്ധം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അബദ്ധം കാണിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് വെളുപ്പിൽ എണീറ്റ് അരി വേവിച്ചെടുക്കാറാണ് പതിവ്. ഇതൊരു അതിബുദ്ധി കാണിച്ചതാണ്. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ നീള അരി, ബിരിയാണി അരി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ച്. എൻ്റെ വിശ്വാസം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുമെന്ന്. രാവിലെ എടുത്തപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോണ അവസ്ഥയിലായിപ്പോയി. കാരണം അരി വെന്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഒരു കുറച്ച് ശർക്കരയും പഞ്ചസാരയും നെയ്യൊക്കെ എടുത്ത് കഴിഞ്ഞാൽ, ഇലക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ശർക്കര പായസമാക്കി എടുക്കാം. അത് സ്റ്റേജായിപ്പോയി. ഇനി എനിക്ക് പ്രത്യേകിച്ച് അരി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനായിട്ട് ചെയ്തു വെച്ചത് കൊണ്ട് ഇതിൻ്റെ പഴി ആരെയും തലയിൽ വെക്കാനും പറ്റത്തില്ല. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഇത് ഏറ്റെടുക്കാൻ പോലും ഒരാളില്ല. സാധാരണ ഉമ്മാരേലും എന്തെങ്കിലുമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഉമ്മയാണ് ചെയ്തിരുന്നത്. ഇത് അങ്ങനെ പോലും ആരെയും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മനസ്സിൽ ഈ സംഭവമൊക്കെ സെറ്റാക്കി ജസ്റ്റ് ഒന്ന് കറണ്ട് ഇട്ട് ഇളക്കാണ്ട് ഇതാക്കി എടുക്കാമെന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ നേരെ ആദ്യം തന്നെ ചില്ലി ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സംഭവം നല്ല എളുപ്പമായിരുന്നു. പെട്ടെന്ന് തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളിയും ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് വേവിച്ചൊന്ന് എടുത്ത് സോസൊക്കെ ഒഴിച്ച്, സോസ് അതിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചും കൂടെ എടുത്തപ്പോൾ കുപ്പിയിൽ നിന്ന് വരത്തില്ല. പിന്നെ ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് കുലുക്കി ഒഴിച്ച് സോസൊക്കെ ഇട്ട് ചിക്കൻ തട്ടിയപ്പോഴത്തേക്കും കറി റെഡിയായി. പിന്നെ അതെ ചില്ലി ചിക്കൻ അല്ല, ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയിട്ട് അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് വന്നപ്പോഴത്തേക്കും മുട്ടയും അത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കി വെച്ചതിന് ശേഷം അതും ഒഴിച്ച് ചിക്കി തോത്തി എടുത്തു.
ഈ അടപ്പ് കണ്ടിട്ട് ആരും വൃത്തിയില്ലെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇതുണ്ടാക്കുന്ന, അതായത് ഒരു അപ്പം ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ മൂടുന്ന അടപ്പാണ്. അപ്പം ചിരട്ട ഇങ്ങനെ തീക്കണൽ ഒരു ഈ അടപ്പിലാണ് ഇടുന്നത്. അങ്ങനെ കറുത്തതാണ് ഈ അടപ്പ്. അപ്പം അത് എത്ര തേച്ചാലും പോകത്തുമില്ല. അപ്പോൾ നമ്മൾ ഈ ചരുവത്തിന് സൈസ് ഈ അടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വൃത്തിയില്ലാന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ അതൊക്കെ ചെയ്ത് മുട്ടയൊക്കെ ചിക്കിയിട്ട് നേരെ അരിയെടുത്ത് തട്ടിയപ്പോഴാണ് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം സാധനം ഇളക്കാൻ പോലും പറ്റത്തില്ല, അമ്മ അതിന് വെന്ത് പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താ കറിയായി ഉപ്പുമാവ് പോലെ ഇരിക്കുന്നു. എൻ്റെ കൊച്ചിൻ്റെ ഇത് എങ്ങനെ തിന്നുമെന്ന് പോലെ എനിക്കറിയത്തില്ല. എന്തായാലും കറിയും ചോറും റെഡിയായി വന്നപ്പോഴത്തേക്കും തന്നെ ഏകദേശം സൂര്യൻ ചേട്ടൻ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. റംസാനും എണീറ്റ് നല്ല കൂളായിട്ടുണ്ട്. പിന്നെ രാവിലെ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ റംസാന് സ്നാക്സായിട്ട് കൊടുത്തുകൂടെ. ഇന്നലെ മേടിച്ചതാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഴം ഭയങ്കരമായിട്ട് പച്ചയായിരുന്നു, നിറം അടിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ബക്കറ്റിനകത്ത് എടുത്ത് വെച്ച് രാവിലെ എടുക്കാമെന്നുള്ള രീതിയിൽ. കാരണം അവന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചി വൈകുന്നേരം ഉണ്ടാക്കി തരാത്തതുകൊണ്ട് രാവിലെ സ്കൂളിൽ എങ്കിലും തന്നു വിടണേന്ന്. എനിക്ക് തോന്നുന്നില്ല ഇതുവരെയെങ്കിലും ഒരു കുഞ്ഞുങ്ങളെങ്കിലും വാഴയ്ക്കൊപ്പം സ്നാക്സായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതെന്നെ റംസാനായിരിക്കും ഫസ്റ്റ് കൊണ്ടുപോകണത് തന്നെ. പക്ഷേ എന്താ നല്ല രസമല്ലേ രാവിലെ നല്ല ചൂട് വാഴയ്ക്കൊപ്പം കൊണ്ട് പോയി കഴിക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഇന്നലെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി, പഴം പച്ചയായതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നല്ല സൂപ്പർ. പക്ഷേ ഇന്ന് ഏകദേശമാണ് പഴുത്തെങ്കിലും മാവ് നല്ല പുളിച്ച്, ഞാൻ ഇന്നലെ പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചോണ്ട് മാവ് നല്ല കൊള്ളായിരുന്നു. അപ്പോൾ പഴവും നല്ല രസമായിട്ട് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ആക്രാന്തം കൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റംസാനും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പത്തിന് കുറച്ച് ചില്ലി ചിക്കൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ടമ്മ എനിക്ക് ഈ പഴംപൊരി കൂട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു. നമ്മളിതിനെ വാഴയ്ക്കപ്പം എന്നാണ് പറയണത്, പക്ഷേ അവൻ ചുമ്മാ ഇതിനെ പഴംപൊരി എന്ന് പറയുള്ളൂ. എനിക്ക് ഈ പഴംപൊരി അങ്ങനെയെന്ന് പറയണം അത്ര വശമുള്ള കാര്യമല്ല. അങ്ങനെ അവനെ ഒരു അപ്പവും പഴംപൊരിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ ലഞ്ച് സ്നാക്സൊക്കെ പാക്ക് ചെയ്തു. സാധനം നല്ല ചൂടാണ്, അടുപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. എന്നിട്ട് നല്ല ചൂടായിട്ട് തന്നെ അതെടുത്ത് പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറച്ചധികം വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി ആകെ കേൾക്കണ ഒരേ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സ്നാക്സ് ഒരല്പം കൂടുതലാണ്. അത് സ്നാക്സ് ഒരല്പം കൂടുതൽ വയ്ക്കുന്നത് അവനും ആവശ്യത്തിന് വേണമെങ്കിൽ കഴിക്കാനും പിന്നെ മറ്റു കുഞ്ഞുങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാനും കൂടെയാണ് അത്രയും വയ്ക്കുന്നത്. ഇന്ന് എന്നും വെക്കുന്നതിനേക്കാൾ ഒരല്പം കൂടെ വെച്ചു. കാരണം ചോറിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണല്ലോ, അത് ഏകദേശം വെന്ത് കുഴഞ്ഞ പരുവത്തിലാണ്. അപ്പം ഞാൻ അവൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, മക്കളെ ഇങ്ങനെയാണ് സംഭവം, നിന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റുവാണെങ്കിൽ നീ കഴിക്കുക, ഇല്ലെങ്കിൽ അതങ്ങ് കളഞ്ഞേരാ എന്ന് ഞാൻ അവൻ്റെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വാഴയ്ക്കൊപ്പം എല്ലാം കഴിച്ച് തീക്കല്ല ഒരു 2 എണ്ണം വെച്ചില്ല. ഉച്ചയ്ക്ക് അഥവാ ചോറ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുകൂടെ കഴിക്കണം. ചിക്കനൊക്കെ വെച്ച് 2-3 കഷ്ണം കൂടുതൽ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവന് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓമ്മ എന്നൊക്കെ അവനും പറഞ്ഞു. അപ്പം ഞാൻ അവിടെ അതൊക്കെ കൊടുക്കുന്ന നേരം കൊണ്ട് തന്നെ അവൻ വന്ന് ഉടുപ്പ് നിക്കറൊക്കെ ഇട്ടു. പക്ഷേ അവന് ഈ മറിച്ചിടക്കുന്ന തുണി നൂത്തെടുത്തിടാൻ അറിയത്തില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നേന്ന് അതൊക്കെ ഊരി ഇതാക്കി വെച്ച് കൊടുത്തു. പിന്നെ ആൾ തന്നെ ഇതെല്ലാം ടൈം ടേബിൾ നോക്കാണ്ട് എല്ലാം വാരി കുത്തിക്കയറ്റി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നേന്ന് ടൈം ടേബിൾ നോക്കി സാധനവും 2 ടെക്സ്റ്റും ഒരു ബുക്കും മാറ്റിയിട്ട് ബാക്കി എല്ലാം കൂടെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്കും തന്നെ സ്കൂളിൽ പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു, ബസ് വരാൻ. നമ്മളിവിടെ ക്ലോക്ക് ഒരു 5 മിനിറ്റ് സ്ലോ ആണ്. അപ്പോൾ നമ്മൾ അതിലുള്ള ആ ടൈം ഇങ്ങനെ നോക്കിയിരിക്കും, പക്ഷേ ആ ടൈം അത്ര കറക്റ്റല്ല. ഞാൻ 8:10 ആയേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ ഏകദേശം 8:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുത്തു. അവന് പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതും പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 ദിവസത്തെ മരുന്ന് പല്ലിൻ്റെ അകത്ത് കാണിച്ചപ്പോഴേ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൊടുത്തു. പിന്നെ കണ്ണാടിയൊക്കെ വെച്ച് കണ്ണാടി വയ്ക്കും. ഇപ്പോൾ എൻ്റെ റംസാനെ കാണുമ്പോൾ എല്ലാവരും പറയും നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടെന്ന്. അതൊക്കെ ചെയ്തു. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി. ഇതൊക്കെ ചെയ്യാൻ വന്ന ഓർമ്മയിൽ കുറച്ച് ഉള്ളി എടുത്ത് എണ്ണയും തളിച്ചിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കരിഞ്ഞ് നാശകോശമായി. ഇപ്പോൾ എൻ്റെ പൊന്നെ ഇന്ന് മൊത്തം അബദ്ധം എന്തൊരു അബദ്ധമാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറാനായിട്ട് പോയി. കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ബസ് വരുന്നവരെ അവൻ്റെ കുറച്ച് കഥാകാര്യങ്ങൾ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. ബസ് വന്നു. ആശാനെ കയറ്റി വിട്ടതിന് ശേഷം
ഞാൻ വന്ന് അപ്പമൊക്കെ ഉണ്ടാക്കി. എനിക്ക് ചൂടോടെ അപ്പം കഴിക്കുന്നത് അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് 2 അപ്പം, റിതങ്കുട്ടനും ഒരപ്പം. ഉമ്മ രാവിലെ ചുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഉമ്മയും റംസാനും കൂടെ നേരത്തെ ചുട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കണക്കാക്കി കുറച്ച് അപ്പമൊക്കെ 2, 3 അപ്പമൊക്കെ ചുട്ടെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഉള്ളി ഇതാക്കിയത്. പക്ഷെ അത് മൊത്തം കരിഞ്ഞ് നാശകോശമായിപ്പോയി. മൊത്തത്തിൽ അബദ്ധം പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ചില്ലി ചിക്കനും കൂടെ എടുത്ത് അപ്പം കഴിക്കാമെന്ന്. പക്ഷേ കറി കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. പക്ഷേ അപ്പത്തിൻ്റെ കൂടെ ഒരു ടേസ്റ്റും ഇല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കത് തിന്നിട്ടൊരു തൃപ്തി തിന്നുമ്പോൾ എന്തോ ഒരു അങ്ങോട്ട് പോവാത്തൊരു ഇതായിരുന്നു. അപ്പം കറി നല്ല ടേസ്റ്റ് ഉണ്ട്, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഓവറായിട്ട് സോസ് ചേർക്കത്തില്ല. പിന്നെ സോയാ സോസൊന്നും ചേർക്കാതെ നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.